ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിപോലെ തന്നെ നമ്മൾ സ്കൂളില്ലാത്തത് കൊണ്ടും ഒക്കെ നമ്മൾ സാധാരണ ലേറ്റായിട്ട് തന്നെ എഴുന്നേക്കാറുള്ളത് പോലെ തന്നെ ഇന്ന് നേരമൊക്കെ ഒന്നായിട്ട് വെളുത്തതിന് ശേഷമാണ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കിടന്ന് അപ്പോൾ അടുക്കളയൊന്ന് ഞാൻ രാത്രി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമാണ് കിടക്കാറ് സാധാരണ. പക്ഷേ എന്നാലും രാവിലെ ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ നോർമലി അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് പതുക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെളുപ്പിനെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ അരച്ച് വെക്കും. എന്നിട്ടാണ് നമ്മൾ കുറച്ച് നേരം 4 മണിക്കൊന്നും എഴുന്നേക്കണ്ട കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാണ് സ്കൂളിൽ പോകണമെങ്കിൽ നമ്മൾ 4 മണിക്കൊന്നും എഴുന്നേക്കണ്ട. പക്ഷേ അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 4 മണിക്ക് ഞാൻ അരി അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നേരത്തെ എഴുന്നേറ്റ് അരയ്ക്കണത്. അപ്പോൾ അത് ഇപ്പം നമുക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ച് തന്നെയാണ് അരച്ച് വയ്ക്കാറ്. എന്നാലും ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താകുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും. ആ സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി കഴുകിയതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങയും ചോറും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഞാൻ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കും. 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഒരു 3 ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് ചോറും കൂടി എടുക്കും. ഒരു അരമുറി തേങ്ങ, അതത്രയും വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് എടുക്കാം കേട്ടോ. ഈ തേങ്ങയുടെയൊക്കെ അളവ്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ എടുക്കും. ഞാനൊരു മുറി തേങ്ങ എടുക്കും. അത് ചെറിയൊരു തേങ്ങ കേട്ടോ, വലിയ തേങ്ങയൊന്നുമല്ല. അപ്പോൾ അതും കൂടി ചേർത്താണ് ഇടണത്. അപ്പോൾ ഇതെല്ലാം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 6 മണിക്കൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് തലേ ദിവസം അരയ്ക്കാൻ പറ്റും. ഒരു 6 മണിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ അരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയൊക്കെ അരച്ച് വെച്ചതിന് ശേഷം അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ മാവും നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനായിട്ട് ഞാൻ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തേങ്ങ സാധാരണ എല്ലാത്തിനും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ മിക്കവാറും എനിക്ക് ഗ്രീൻ പീസ് ആയിരിക്കും ഞാൻ കറി ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുളകും മല്ലിയും മാത്രം ചൂടാക്കി കറി ഉണ്ടാക്കും. പക്ഷേ അപ്പത്തിനാകുമ്പോൾ നമുക്കത് തേങ്ങ അരച്ച് തന്നെ വെക്കുമ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുമ്പോൾ അതാണ് അപ്പത്തിൻ്റെ കറിക്കൊക്കെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇന്നലെ ഉള്ള ഗ്രീൻ പീസൊക്കെ ഞാൻ കഴുകി വെച്ചതിന് ശേഷം അപ്പോൾ രാജേട്ടൻ വന്നെഴുന്നേറ്റ്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു എന്നാൽ ഒരു കട്ടൻ വേണമെന്ന് പറഞ്ഞ കാരണം ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ജോലിയിലേക്ക് ആകാലൊന്ന് ഓർത്ത് കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാനപ്പോൾ അത് ഗ്രീൻ പീസിൽ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു പിന്നെ സവോളയും കൂടി അരിഞ്ഞിട്ട് നമുക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെന്ത് വന്ന് കഴിയുമ്പോൾ കറിയാക്കിയതിന് ശേഷം നമുക്ക് അപ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാകട്ടോ എടുത്ത്, ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു സവോളയും കൂടി ഞാൻ അരിഞ്ഞ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് പുറത്ത് മുറ്റമൊക്കെ തൂക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തേക്ക് ഒന്ന് തൂക്കാൻ കുറച്ചേ നമുക്ക് തൂത്തിടാൻ പറ്റുമല്ലോ. ഒരുപാട് മുറ്റമുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3/4 മണിക്കൂറോളം തൂക്കാനുണ്ടാവും എനിക്ക് കേട്ടോ. പക്ഷേ ഇവിടെ രാജേട്ടനും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും സ്കൂളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ രാവിലെ ഒന്ന് തൂത്തിടാറുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും ആകെ നമുക്കൊരു ചെയ്യണ അതാണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സഹായമാണല്ലോ. നമുക്കിത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അത് തൂത്തിട്ട് തരാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു 3/4 മണിക്കൂറോളമൊക്കെ തൂക്കാനുണ്ട്, അത്രയ്ക്ക് മുറ്റമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ചടിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ അപ്പോൾ നമ്മുടെ പീസൊക്കെ വെന്തിട്ടുണ്ടാവുമല്ലോ ആ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തൂത്തിട്ടതിന് ശേഷം ആണ് പിന്നീട് അടുക്കളയിലേക്കൊക്കെ കയറിയത്. അപ്പോൾ നമ്മുടെ ഈ ചൂട് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും ഭയങ്കര ചൂടാകട്ടെ ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ
വെള്ളമൊക്കെ ഇഷ്ടം പോലെ വേണം. അപ്പോൾ ധാരാളം വെള്ളവും കുടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശരീരത്ത് വെള്ളം ഇല്ല എങ്കിലും കുഴപ്പങ്ങളാണല്ലോ, നിർജ്ജലീകരണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ തന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നൊരു പേടി നമ്മളിലുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ. അത് നമ്മുടെ ഒരു ബോട്ടിലിൽ എടുത്ത് വെച്ച് തന്നെ കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റർമാരെ തന്നെയാണേലും പറയും, ഏത് ടാബ്ലറ്റ് ഒന്നും കഴിക്കണ കൊള്ളിയാലും നമ്മളൊരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ച് തന്നെ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോൾ മഴയാണെങ്കിലും നമ്മൾ നോർമലി ഇത്ര ഒരു 2 ബോട്ടിലൊക്കെ വെള്ളം ഞാൻ നിറച്ച് വെച്ച് കുടിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ ചോറിനും പഴമൊക്കെ കുടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയും ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പീസ് കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങയിൽ ഞാനിപ്പോൾ ഒരു 2 ഏലക്കയും കൂടി ഇട്ടാണത് അരച്ച് വെക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റൂ മോഡലല്ല, ഒരു അല്പം കളറുണ്ട്, മഞ്ഞളും കൂടി ഇട്ടാണ് നമ്മൾ കറി വയ്ക്കുക. ഈ അപ്പത്തിനൊക്കെ കറി ഉണ്ടാക്കാറ്, സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇത് ഞാൻ പീസൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് ഉണ്ടാക്കുമ്പോൾ അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ അപ്പം ഉണ്ടാക്കി നമുക്ക് ചൂടോടുകൂടി ഒക്കെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പത്തിൻ്റെ നമ്മുടെ ഈ മാവ് കലക്കി വെച്ചിട്ട് ആ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പത്തിൻ്റെ മാവ് അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നമ്മൾ നോക്കാൻ താമസിച്ചിരുന്നെങ്കിൽ അത് ഇങ്ങനെ പുറത്തേക്ക് പോയേനെ. അപ്പോൾ സാധാരണ ഞാനൊരു പാത്രമൊക്കെ വെക്കും. ഇപ്പം നമ്മൾ രാവിലെ ആയതുകൊണ്ട് നമ്മൾ തന്നെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അടിയിൽ പാത്രമൊന്നും വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പത്തിൻ്റെ മാവ് എടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ നന്നായിട്ട് പൊങ്ങി നിറഞ്ഞ് പാത്രത്തിൽ മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ എല്ലാം ചേർത്ത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ ഒന്നും ചേർക്കാനായിട്ട് ഉണ്ടാകുകയില്ല. സാധാരണ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്കത് ഒന്ന് ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് നമുക്കൊരു ശീലമായല്ലോ, ഇന്ന അളവും കറക്റ്റും ആയതുകൊണ്ട് സ്ഥിരം ഇടണത് പോലെ തന്നെ നമ്മൾ ഇടാറുള്ളത് കൊണ്ട് നമ്മുടെ ഉപ്പും ഒക്കെ കറക്റ്റായിരിക്കും. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ആട്ടോ ഞാൻ ഈ മാവ് അരച്ച് വെക്കാറ്. ഒരു 3 ഗ്ലാസ് അരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ 2 ദിവസം ഞാൻ അപ്പം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഒന്നും കൂടാറും കുറയാറും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ടതിന് ശേഷം നമ്മുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പിന്നെ ഞാൻ റൈസ് കുക്കറിൽ ഇടണോണ്ട് അപ്പോൾ നമ്മളത് വേവിച്ച് ഇറക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റ് ഉള്ള അപ്പമായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നൊക്കെ ഞാൻ പല വീഡിയോസിലും കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ നമ്മൾ ചേർക്കണതിൻ്റെ അളവോ അല്ലെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇത്ര മണിക്കൂറൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവാത്തത്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അപ്പം കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രാവശ്യം ശ്രമിച്ചിട്ട് നമുക്ക് ഫ്ലോപ്പ് ആയാൽ നമുക്കൊന്നും കൂടിയൊക്കെ ശ്രമിച്ച് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ ഇപ്പോൾ ഈ കറക്റ്റ് സമയത്ത് കഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒന്നും എല്ലാവരും 2 പേരും ഇരുന്ന് കിട്ടുകയില്ല. മൂത്തയാൾ ഹോസ്റ്റലിലേക്ക് പോയി ശീലിച്ച് കാരണം ഇത്തിരി നേരത്തെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ആ സമയത്ത് നേരത്തെ തന്നെ വിശക്കണമുള്ളത് കൊണ്ട് നേരത്തെ മൂത്തയാൾ കഴിച്ചിട്ട് പോകും. പിന്നെ ഞങ്ങൾ 3 പേര് രണ്ടാമത് കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കാപ്പി കുടിയൊക്കെ അതിനകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിച്ചുതൂക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അടുക്കള മാത്രം കാണിച്ചു കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്തത് തന്നെ കാണിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്ക് വ്യൂസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പൊതുവേ കുറവാണ്. അപ്പോൾ നമുക്കിതൊക്കെയല്ലേ കാണിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാനപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കാണിക്കുന്നത്. അത് രാവിലെ മുതൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോയിൽ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാനൊന്ന് ഇടയ്ക്ക് ഞാൻ ഒരു മാസത്തിലൊക്കെ നമ്മുടെ ഈ മിററൊക്കെ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ പേപ്പർ കൊണ്ട്, ഉണങ്ങിയ പേപ്പർ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യണം. വേറെ എന്തെങ്കിലും ഈ നമ്മുടെ ഈ കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയൊക്കെ ചെയ്യണേ കാണുന്നവർ. അപ്പം നമ്മുടെ ക്ലീനിങ് ഒക്കെയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ മീനൊക്കെ ആ സമയത്ത് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലീനിങ് ഒക്കെ ആ ഒരു രീതിയിലങ്ങ് നടക്കും. ഇതിൻ്റെ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഒരു രീതിയാണ് ഇങ്ങനെ. ഇപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ആവണമെന്നില്ല, പല രീതിയിലായിരിക്കും. നമുക്ക് ചിലപ്പോൾ തൂക്കണമൊക്കെ ഒരുപാട് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ തൂക്കണമുണ്ട്, കാപ്പി കുടിച്ച ഉടനെ തൂക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ പല ദിവസവും പല സമയങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലീനിങ് ഒക്കെ അപ്പോൾ നടന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് തുടച്ചു നോക്കിയിട്ടുണ്ട്. ഞാനൊരാഴ്ചയിലൊക്കെയാണ് നമ്മുടെ പിന്നെ വീട് മൊത്തത്തിലൊന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ വീട് ഒന്ന് നന്നായിട്ട് ക്ലീനാക്കിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കി ഇടുമ്പോൾ. എല്ലാവർക്കും അങ്ങനെയാണ്. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യാത്ത ദിവസങ്ങളിൽ ഉള്ളതുപോലെ അല്ലല്ലോ. അപ്പോൾ ആഴ്ചയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ മക്കളൊക്കെ മുതിർന്നത് കൊണ്ട് അഴുക്കൊന്നും അധികമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുണ്ട കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ വൈകുന്നേരം ഉള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കുടിക്കാറ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ചായയുടെ ടൈം അങ്ങനെയാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ്. പിന്നെ സ്കൂളൊക്കെ വിട്ട് വരണ സമയമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇത്തിരി നേരത്തെ ആവുള്ളൂ. ഈ സ്കൂളില്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്കൊരു 5 മണി സമയമാണ് നമ്മൾ ചായയൊക്കെ കുടിക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് ഒരു പുറത്ത് പോയപ്പോൾ ഒരാഴ്ചയുടെ പുറത്ത് പോയപ്പോൾ ഒരു നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, പേര് മറന്നുപോയല്ലോ, ഒരു കേക്ക് പോലെ തോന്നുന്നു, ഒരു വെട്ട് കേക്ക് എന്നൊക്കെ പറയുമല്ലേ, അതാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ പേര്. എനിക്ക് മനസ്സിലേക്ക് വന്നില്ല. എൻ്റെ മനസ്സിൽ വന്നത് വെട്ട് കേക്ക് എന്നാണ്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കൂട്ടിയാണ് ചായയൊക്കെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പണ്ട് ഞാനിങ്ങനെ നമ്മുടെ സാധാരണ വീട്ടിൽ എൻ്റെ ഒരു മാമൻ്റെ മോള് ഉണ്ടാക്കി കഴിച്ച ഓരോർമ്മയൊക്കെ ഉണ്ട്. അതൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു, ഭയങ്കര രുചിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും മേടിക്കുന്നതൊന്നും ആ ഒരു ടേസ്റ്റേ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കഴിച്ചപ്പോൾ പറയുകയും ചെയ്തു, അതിൻ്റെ ആ ഒരു ചെറിയൊരു രുചിയൊക്കെ തോന്നണത് ഇപ്പോഴാണ്. മുട്ടയൊക്കെ ചേർത്താണ് ഈ കേക്ക് ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ചേച്ചിയാണ്, സുമ ചേച്ചി ഉണ്ടാക്കി തന്നൊരു ഓർമ്മയൊക്കെ ഞാനത് ചായ കുടിച്ചപ്പോൾ ഓർത്ത് ആ രുചിയൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കാര്യങ്ങളും കഴിഞ്ഞ് തുണിയെടുത്ത് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോളുടെ കലാവിരുതുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ.